ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിദൂസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വാനില സ്പോഞ്ച് കേക്കാണ്. കുറേ റിക്വസ്റ്റ് വന്നാണ് ഒരു കേക്ക് ഉണ്ടാക്കി ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അത് പ്രകാരമാണ് ഞാൻ ഇന്നിവിടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയാനുണ്ട്. അതായത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പാത്രങ്ങളും എല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല ഡ്രൈ ആയിരിക്കണം. വെള്ളം തീരെ അതിൻ്റെ പുറത്തൊന്നും പാടില്ല. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കാത്ത, അതായത് നമ്മളിപ്പോൾ എഗ്ഗ് ആണോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എഗ്ഗ് ഫ്രിഡ്ജിൽ വെക്കരുത്. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. അതിൻ്റെ മെഷർമെൻറ്റ് ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ. പിന്നെ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ എടുക്കാം, അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് വാനില എസൻസ് ഒഴിക്കാവുന്നതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്, റിഫൈൻഡ് ഓയിലാണ്, അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഒരു വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് ഓവനിലല്ല ഉണ്ടാക്കുന്നത്, നമ്മളൊരു പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് ആദ്യം അത് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ ഞാൻ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിൽ കുക്കർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അത് പഴയ കുക്കറാണ് വീട്ടിലെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതേപോലെ കേക്കൊക്കെ ബേക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് പൊടിയുപ്പാണ്. അത് ഇങ്ങനെ അതിൻ്റെ ബേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന അത്ര ഉപ്പ് നമുക്കിടാം. പിന്നെ അതേപോലത്തെ ഒരു റിങ് അതിനകത്തേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നമ്മൾ കുക്കർ അടയ്ക്കാം. വിസിൽ ഒരിക്കലും ഇടരുത് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ. ഇതേപോലെ വാഷർ മാത്രമേ ഇടാവുള്ളൂ. നമുക്കിത് ക്ലോസ് ചെയ്യാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണോ എന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനുള്ള നമ്മുടെ ആ ഒരു പാത്രം വെക്കുക. ഇതേപോലെ ഒരു അരിപ്പ എടുക്കുക. ഈ അരിപ്പയ്ക്കകത്തേക്ക് നമ്മൾ സംഭവങ്ങളൊക്കെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ നന്നായിട്ട്, അതായത് നമ്മുടെ ഫ്ലോറൊക്കെ നന്നായിട്ടൊന്ന്, നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം ഈവനായിട്ട് എല്ലാവരും മിക്സ് ചെയ്യാനായിട്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈദ ഇട്ടു. അതേപോലെ തന്നെ നമ്മളുടെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എത്ര തവണ നിങ്ങൾ അരിച്ചെടുക്കുന്നോ അത്രയും നല്ല കേക്ക് നമുക്ക് കിട്ടും. ഇത് കട്ടയൊക്കെ നമുക്ക് നിറച്ച് കൊടുക്കാം. ചെറിയ തരിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മാറ്റാം. അപ്പം ഇതൊരു 3 പ്രാവശ്യം കൂടെ നമുക്ക് അരിച്ചെടുക്കണം. ഇതിങ്ങനെ തന്നെ ഞാൻ 3 തവണ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഓരോ മുട്ടയായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് നിങ്ങൾ എടുക്കുന്ന മുട്ട റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അതേപോലെ നിങ്ങൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാനിതൊന്ന് ഫ്രിഡ്ജ് വെക്കാത്തതാണ്. നമ്മുടെ ഈ വാനില എസൻസ് ഒന്നും ഫ്രിഡ്ജ് വെച്ചിട്ടില്ല. മുട്ടയും ഞാൻ ഫ്രിഡ്ജ് വെക്കാത്തതാണ്. അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചർ തന്നെ മുട്ടയായാലും വാനില എസൻസ് ആയാലും എല്ലാ ഇൻഗ്രീഡിയൻസ് ആയാലും നമ്മൾ എടുക്കണം. പിന്നെ അതേപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും ഡ്രൈ ആയിരിക്കണം. വെള്ളം തീരെ പാടില്ല. നല്ല ഡ്രൈ ആയിട്ട് വേണം നിങ്ങൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഇതേപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ സ്പോഞ്ച് കേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്പോഞ്ച്, അതായത് നമ്മൾ പറയുന്ന പോലെ തന്നെ സ്പോഞ്ച്, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ വിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ബീറ്റർ, അതായത് നമ്മുടെ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് എങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് ഞാൻ ഈ വിസ്കാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതയണം. ഈ എഗ്ഗിൻ്റെ ഈ മഞ്ഞ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിരിക്കണം. അപ്പം അത് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. അപ്പം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ നേരത്തെ എടുത്ത മുട്ടയെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുകൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മളിവിടെ വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ പഞ്ചസാര പൂർണ്ണമായിട്ട് എൻ്റെ തലിഞ്ഞ് ചേരണം. അപ്പം എല്ലാ പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആവുന്നുണ്ട്. നമ്മുടെ പഞ്ചസാരയും കൂടെ കിടന്ന് നന്നായിട്ട് വാനില എസൻസും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ആ വാനില എസൻസ് ഒഴിച്ചു ആ എഗ്ഗിൻ്റെ മണമൊക്കെ നന്നായിട്ട് മാറി കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോഴത്തേന് ആ എഗ്ഗിൻ്റെ ഒരു കുത്ത് സ്മെല്ലായിരിക്കും. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ 3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഹാൻഡ് വിസ്ക് ആകുമ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ, കുറച്ച് സമയം വേണ്ടി വരും. ഞാനിപ്പോൾ ഇത് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയി കാണും. കണ്ടില്ലേ, നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കൈ എടുക്കാതെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇതേപോലെ കിട്ടും. നമുക്കൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൂർണ്ണമായിട്ട് അരിയണം. അപ്പം ഞാൻ പഞ്ചസാര, വാനില എസൻസ്, മുട്ട ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ്. ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ മാവ് വെച്ച് ഇളക്കുമ്പോൾ ഒരേ പൊസിഷനിൽ മാത്രം, റൗണ്ട് ആണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരേ ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. സാധാരണ നമ്മൾ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡാണ് ചെയ്യാറ്. അതായത് ഇങ്ങനെ എടുത്ത് നടുക്കൂടെ വരാം, അങ്ങനെയാണ് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നന്നായിട്ട് കട്ടയൊക്കെ വിട്ട് വരുന്നതേ ഉള്ളൂ. ബാക്കി മാവ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ മാവ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ സോഫ്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ആ എഗ്ഗ് ബീറ്റ് ചെയ്തതിന് ഒരു ഗുണമില്ലാതായിപ്പോൾ. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ എടുക്കണം. നമ്മുടെ കേക്ക് ടിൻ എടുത്ത് ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ മൊത്തത്തിലൊന്ന് തൂത്ത് അതിൻ്റെ അകത്തേക്ക് ബട്ടർ പേപ്പർ ഇട്ടിരിക്കുകയാണ്. ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ എണ്ണ വെച്ച് തടയി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇതേപോലെ മാവിട്ടതിന് ശേഷം ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മുടെ കേക്ക് പെട്ടെന്ന് മുകളിൽ നിന്ന് വിട്ടുപോകാനായിട്ടാണ്. എല്ലാം ഞാൻ കണ്ടില്ലേ ഈവനായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ്, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് 1 റിബൺ കൺസിസ്റ്റൻസിയാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല.
അപ്പോൾ നമുക്കിനി ബാറ്റർ ഒട്ടും വൈകാതെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല റിബൺ കൺസിസ്റ്റൻസിയാണ്. അതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ ഇതെന്ന് പറയുന്നത്, റിബൺ കൺസിസ്റ്റൻസി. ഇതേപോലെ ഒരു സ്പാച്ചില വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് മിക്സ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. കണ്ടില്ലേ, അപ്പം എല്ലാ മാവ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ തൂത്ത് നമുക്ക് ഇടാം. ഇതേപോലെ ഒരു സ്പാച്ചില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ്. നമുക്ക് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നേരത്തെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കുക്കറിൽ ഇനി നമുക്ക് ഓവൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാം. നമ്മുടെ പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ഇറക്കി കൊടുക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ, ചരിഞ്ഞു പോയി. അപ്പം കറക്റ്റായി. അപ്പം നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഞാൻ കുക്കറിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിതിനെ എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അതായത് നമ്മൾ ടോട്ടൽ അരമണിക്കൂറാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. നിങ്ങളെടുക്കുന്ന സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ ഫ്രീക്വൻസിയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബേക്കിംഗ് ടൈം ഞാൻ പറയുന്നത്. അപ്പം ഞാൻ എടുക്കുന്നത് ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള മിനിറ്റുകൾ നിങ്ങൾ ലോ ഫ്ലെയിമിലും വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾ ടോട്ടൽ ഒരു അരമണിക്കൂർ വേണം ബേക്കിംഗ് ടൈം നോക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ സ്റ്റൗ ഇത്തിരി തീ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേന് എന്തായാലും നമുക്ക് വന്നിട്ട് വെന്തോ ഇല്ല നമുക്കൊന്ന് അറിയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. വാവ്, സൂപ്പർ കേക്ക് അല്ലേ. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കില്ല. നമുക്കിതൊന്ന് വെന്തോ നോക്കാം. ഞാൻ ഇവിടെ ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് കുത്തി നോക്കാം. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് മാറ്റി വെക്കാം, തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡിയാണ്.